മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഗഡുവായ 1600 രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക. ജൂൺ മാസം 19-ന് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുൻപായി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുക. ആധാർ കാർഡാണ് അതിനുവേണ്ട അടിസ്ഥാന രേഖ. നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയാണ് ഫീസ് നൽകേണ്ടത്. കിടപ്പ് രോഗികളാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകും. ഇതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. 2024 ഡിസംബർ 31-ന് മുൻപായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത്. മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരുന്നത്. ഇതാണിപ്പോൾ എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസമില്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തുപോകുന്നവരിൽ അധികവും. ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് 1600 രൂപയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കും. മാസങ്ങളോളം കുടിശ്ശിക നൽകാനുണ്ട്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും തുക എത്തിച്ചേരും. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായി തന്നെ വന്നിട്ടുണ്ടാവും. വരും ദിവസങ്ങളിലെ സർക്കാർ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.